നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മളെ ചെണ്ടുമല്ലി വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അറിഞ്ഞതിൽ വളരെ സന്തോഷം. എന്നാലും കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി അതിന്റെ കൃഷി രീതി പറയുകയാണ്. 2.5 അടി വീതിയിലുള്ള വരമ്പുകൾ ഉണ്ടാക്കുക. അധികം ഹൈറ്റ് വേണമെന്നൊന്നുമില്ല. വെള്ളക്കെട്ടില്ലാത്ത സ്ഥലമാണെങ്കിൽ ഒരു 1.5 അടി ഹൈറ്റ് മതി, അല്ലെങ്കിൽ 1 അടി ഹൈറ്റിൽ നീളത്തിലുള്ള വരമ്പ് ഉണ്ടാക്കുക. വരമ്പിന്റെ വീതിയാണ് 2.5 അടി. ഒരു വരമ്പും അടുത്ത വരമ്പും തമ്മിൽ തുണ്ട് അല്ലെങ്കിൽ ബണ്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് വരമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു വരമ്പും അടുത്ത വരമ്പും തമ്മിലുള്ള അകലം 2 അടി ഗ്യാപ്പ് കൊടുക്കുക. 2 അടി ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതേപോലെ നീളത്തിലുള്ള വരമ്പുകളും അതിന്റെ ഗ്യാപ്പ് 2 അടിയിലും കുറെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഈ വരമ്പിന്റെ 2.5 അടി വരമ്പിന്റെ 2 എൻഡുകളായിട്ട് 2 വശങ്ങളിലേക്കായിട്ട് തൈ കുഴിച്ചിടുക. അപ്പൊ അതുകൊണ്ട് കൈക്കോട്ടുകൊണ്ട് ചെറിയൊരു കുഴി കുത്തുക വരമ്പില്. അതിലേക്ക് മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ഒരു 1/2 സ്പൂണ് വാമ് കൊടുക്കുക. എന്നിട്ട് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ട്രൈക്കോഡർമ ചേർത്തതായിരിക്കണം. അത് ഈ കുഴിയിലേക്ക് കുറച്ചിടുക. കുഴി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ആഴത്തിലെടുക്കുക. അതിൽ വളം നിറയ്ക്കുക. എന്നിട്ട് കുഴി ചെറുതായിട്ടൊന്ന് മൂടുക. ട്രെയിനെടുത്ത തൈ അല്ലെങ്കിൽ കൊറിയർ വന്ന തൈ ഈ കുഴിയുടെ മണ്ണിട്ട് മൂടിയ കുഴിയുടെ മുകളിൽ വെച്ചിട്ട്, കുഴി പൂർണ്ണമായും മൂടുന്നില്ല കേട്ടോ, കുഴിയിൽ വളമിട്ടിട്ട് കുറച്ച് മൂടിയിട്ട് അതിന്റെ മേലെ തൈ വെച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി കൊടുക്കുക. മഴ ഇല്ലെങ്കിൽ മാത്രം നനയ്ക്കുക, അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ തല മുറിക്കണം. അതിന്റെ മുന്നേ ചെയ്യാനുള്ളത്, നട്ടതിന്റെ ശേഷം 2 ദിവസം കഴിഞ്ഞതിന്റെ ശേഷം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിന്റെ വെള്ളം ഡയലൂട്ട് ചെയ്തെടുത്തിട്ട്, നിങ്ങൾക്കിപ്പോ ഒരു 1/2 കിലോ കടലപ്പിണ്ണാക്ക് ഉണ്ടെങ്കിൽ ഒരു 100-200 ചെടിക്ക് അത് മതി. 1/2 കിലോ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന്റെ ശേഷം ഈസ്റ്റ് ഇടുക, പെട്ടെന്ന് പുളിക്കാൻ. നല്ലവണ്ണം പുളിച്ച കടലപ്പിണ്ണാക്കിന്റെ വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് ചെടിക്ക് നന്നായി തളിച്ചു കൊടുത്തോളൂ. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാൽ, നട്ട് 10 ദിവസം കഴിഞ്ഞാൽ കറക്റ്റ് തല മുറിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10-15 ദിവസം കഴിഞ്ഞ് പൊടിച്ചു വരുന്ന അതിലെ ചെനപ്പുകൾ ഉണ്ടല്ലോ, ആ ചെനപ്പുകളുടെ അഗ്രമുകളങ്ങൾ മാത്രം ഒന്ന് ചെറുതായിട്ട് പ്രൂൺ ചെയ്യാനുള്ളിൽ കൊടുക്കുക. പിന്നെ 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ അങ്ങനത്തെ കമ്പോസ്റ്റിന്റെ വെള്ളമോ 30-10-10 എന്തായാലും തളിച്ചു കൊടുത്തോളൂ. പിന്നെ തഴച്ച് വളർന്നോളും. വല്ല പൊടിവളങ്ങളും കിട്ടുകയാണെങ്കിൽ, അത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പുണ്ടാക്കൊക്കെ കടക്കിൽ നിന്ന് കുറച്ച് അകലിട്ടൊരു മണ്ണ് കൂട്ടി കൊടുക്കാം. തുടർച്ചയായിട്ടുള്ള ഈ പരിചരണം കൊടുക്കുക. അതുപോലെ ഓഗസ്റ്റ് തുടങ്ങിയിട്ട്, ഓഗസ്റ്റ് ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ ഉടനെ ഈ പൊട്ടാഷ് വളങ്ങൾ കൂടിയിട്ടുള്ള ഏതെങ്കിലും സാധനങ്ങൾ 13, 27, 27 മറ്റെന്തെങ്കിലും സ്പ്രേ ചെയ്ത് 3 ദിവസം കൂടുമ്പോൾ ഇടവിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ. നല്ല ഗ്രോത്ത് കിട്ടും. ഓണാവുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് വിളവും കിട്ടും. ഈ വിളവ് എടുപ്പിന്റെ സമയം കൂട്ടുന്നതും കുറയ്ക്കുന്നതും നിങ്ങളുടെ വളപ്രയോഗമാണ്. കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ തൈകൾ ആവശ്യപ്പെടുന്നതിനും ഞങ്ങൾക്ക് പറ്റുന്ന തൈകളൊക്കെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.